നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ലാലേട്ടനാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഓടി വരുന്നത്. അതുപോലെ തന്നെ ഓരോ മത്സരാർത്ഥികളും ഓരോ ബിഗ് ബോസ് എപ്പിസോഡ് കഴിഞ്ഞു പോകുമ്പോഴും ഓരോ മത്സരാർത്ഥികൾക്കും ആരാധകർ ഏറെയാണ്. വിമർശനങ്ങൾ വരുന്നവരും അതുപോലെ ചേർത്ത് പിടിക്കുന്നവരും ഒക്കെ ഏറെയാണ്. എന്തായാലും കഴിഞ്ഞ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു താരം തന്നെയായിരുന്നു അപ്സര ബിഗ് ബോസിലായിരിക്കുമ്പോൾ പുറത്ത് അപ്സരയ്ക്ക് വേണ്ടി ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെട്ട ഒരാൾ തന്നെയായിരുന്നു ഭർത്താവ് ആൽബി. എന്നാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ പിന്നാലെ അപ്സര ഭർത്താവ് ആൽബിയുമായി വേർപിരിഞ്ഞു എന്ന തരത്തിൽ അടുത്തിടെ ചർച്ചകൾ സജീവമായിരുന്നു. തന്റെ സഹോദരന്റെ വിവാഹത്തിന് ആൽബി വന്നില്ലെന്ന് ഒരിക്കൽ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അപ്സര പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരം അഭ്യൂഹങ്ങൾ ശക്തമായത്. മാത്രമല്ല, അപ്സരയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഭർത്താവ് ആൽബിയുമായുള്ള ചിത്രങ്ങൾ ഇല്ലെന്നതും ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. ഇപ്പോഴിതാ ഇതിനോടൊക്കെ പ്രതികരിക്കുകയാണ് താരം. അതൊക്കെ എന്തിനാണ് ഇവർ നോക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്റെ പോസ്റ്റിന് താഴെയിടുന്ന കമന്റിനെ ചൊല്ലി ചിലർ വീണ്ടും വീഡിയോ ചെയ്യും. ഞാൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നൊക്കെ ചോദിക്കും. ഞാൻ കമന്റ്സ് ഒന്നും ശ്രദ്ധിക്കാത്ത ആളാണ്. കമന്റുകൾ വായിക്കാത്ത ഒരാളാണ് ഞാൻ. പൊതുവേ ഞാൻ പ്രതികരിക്കാറുമില്ല. എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് എന്തിനാണ് ആളുകൾ വാശി പിടിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്റെയും ഭർത്താവിന്റെയും പേഴ്സണൽ കാര്യമാണ്. ഞങ്ങൾക്ക് അതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ. നമ്മൾ കൂടി അതിൽ പ്രതികരിക്കുമ്പോഴല്ലേ കൂടുതൽ ചർച്ചയാകുന്നത്. അതിന് ഞാനില്ല എന്നും അപ്സര പറയുകയായിരുന്നു. ബിഗ് ബോസ് താരമായ ജിൻഡോ ആണ് ആൽബിയുമായുള്ള അപ്സരയുടെ ബന്ധം വേർപിരിയാൻ കാരണമായതെന്ന തരത്തിലുള്ള ചർച്ചകളോടും അപ്സര പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ അഹങ്കാരിയാണെന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തയാൾ പറയുന്നത്. ശരിയാണ്, എനിക്ക് അഹങ്കാരമൊക്കെ ഉണ്ട്. പാവം പോലെ അഭിനയിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ആവശ്യമില്ലാത്തയിടത്ത് അഹങ്കാരം കാണിക്കുന്ന ഒരാളല്ല ഞാൻ. അഹങ്കാരം കാണിക്കേണ്ട ഇടത്ത് കാണിച്ചിട്ടുമുണ്ട്. പിന്നെ ഞാനും ജിൻഡോ ചേട്ടനും തമ്മിലുള്ള കാര്യം, ഞാനും ചേട്ടനും ബിഗ് ബോസ് ഫ്ലോറിൽ വെച്ച് വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അവിടെ പെർഫോം ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പുറത്തു വന്നതിന് ശേഷം ജിൻഡോ ചേട്ടനുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അവിടെ നല്ല ബന്ധമുണ്ടായിരുന്ന പലരുമായി പുറത്തു വന്നതിന് ശേഷം കോണ്ടാക്റ്റ് ഇല്ല. അതിലൊരാൾ കൂടിയാണ് അദ്ദേഹം. ഈ വാർത്ത പടച്ചുവിട്ടയാളെ ഞാൻ വിളിക്കുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും എന്ന് വെച്ച് ഒരാളെ വിറ്റ് ജീവിക്കരുത്. ഒരാളുടെ ഇമോഷനും അവസ്ഥയും ഒക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിറ്റ് ജീവിക്കാൻ നോക്കുന്നത് ശരിയല്ല. കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരാളെ ദ്രോഹിച്ച് ജീവിക്കുന്നത് ഒരിക്കലും ശാശ്വതമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും പറയുകയായിരുന്നു അപ്സര. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.